നമ്മുടെ ഇന്ത്യയുടെ സൗത്ത് വെസ്റ്റേൺ ഭാഗത്ത് നിലകൊള്ളുന്ന ഒരു പ്രധാനപ്പെട്ട മലനിരയാണ് നമ്മുടെ വെസ്റ്റേൺ ഗാറ്റ്സ് എന്ന് പറയുന്നത്. സൗത്ത് ഇന്ത്യയിൽ പൊതുവെ അവരെ വിളിക്കുന്ന പേരാണ് സഹ്യാദ്രി എന്ന് പറയുന്നത്. കേരളത്തിൽ നമ്മൾ അവരെ സഹ്യപർവ്വതം എന്ന് വിളിക്കും. സഹ്യപർവ്വതം. എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്ലാസ്. കേരള ജോഗ്രഫി നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ്. കേരള ഫിസിയോഗ്രഫി പാർട്ട് 1 എന്ന് പറയുന്നത്. ഇൻ ദ ലാൻഡ് ഓഫ് കേരള, നിങ്ങൾ SCERTയുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അവരും ഫസ്റ്റ് കൊടുക്കുന്ന ഒരു ഹെഡിങ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ പടത്തിന് തന്നിരിക്കുന്നത്. ഇൻ ദ ലാൻഡ് ഓഫ് കേരള. നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിലോട്ട്, നമ്മുടെ ലാൻഡിലേക്കൊന്ന് നമ്മൾ നേരെ എത്തി നോക്കുകയാണ്. വീണ്ടും ഈ ഒരു മാപ്പിനെ നിങ്ങൾക്ക് നിരന്തരം എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സുകളിലും ഞാൻ ആഡ് ചെയ്യും. ഓരോ നിമിഷവും ഇത് കാണുമ്പോൾ ഈ ജില്ലകൾ എവിടേക്കാണ് കിടക്കുന്നത് എന്നുള്ളത് മറന്നു പോകാതിരിക്കാനാണ് ഇടയ്ക്കിടയ്ക്കെടുത്ത് ഓർമ്മിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ഭൂപ്രകൃതി അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ ഈ ഒരു ഷേപ്പ്, കേരളം ഇങ്ങനെയാണ് ഇല്ലേ, ഓരോ ജില്ലകളും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഓരോ ജില്ലകൾ എവിടേക്കാണ് എന്നുള്ളതും പഠിച്ചു വെക്കുക. ഡയറക്ഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത് ആൻഡ് സൗത്ത്. അപ്പോൾ നമുക്കറിയാം ഈസ്റ്റ് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഈ റൈറ്റ് സൈഡിൽ വരുന്നതാണ് ഈസ്റ്റ്. വെസ്റ്റ് എന്ന് പറയുമ്പോൾ കേട്ടോ ഈ ഭാഗത്ത് വരുന്നതാണ് വെസ്റ്റ്. നമ്മുടെ മുകളിലോട്ട് വരുമ്പോൾ നോർത്ത്, ഇത് സൗത്ത്. ഇതേപോലെ തന്നെ നമുക്കിവിടെ ഒരാളുണ്ട്. ആരാണ്? അറേബ്യൻ സീ. നമ്മുടെ സ്വന്തം അറബിക്കടലാണ് ഇവിടെ ഉള്ളത്. അറേബ്യൻ സീ നമ്മുടെ അറബിക്കടലാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗമായിട്ടുള്ള അറേബ്യൻ സീ ആണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുക. നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മുടെ തമിഴ്നാടുണ്ട്, നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങറ്റത്ത് വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ കന്യാകുമാരി ഉണ്ട്. മുകളിലോട്ട് ചെല്ലുകയാണെങ്കിൽ നമ്മുടെ കാസർഗോഡൊക്കെ കിടക്കുമ്പോൾ ഒബ്വിയസ്ലി അറിയാമല്ലോ, നമ്മുടെ കർണാടക എന്ന് പറഞ്ഞിട്ട് മറ്റ് സ്റ്റേറ്റ് നമ്മുടെ മുകളിൽ കിടപ്പുണ്ട്. നമ്മൾ ഇന്ത്യയുടെ വളരെ സദേൺ ഭാഗത്തുള്ള, ഇന്ത്യയുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലെ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു സ്റ്റേറ്റാണ് കേരളം. കേരളത്തിൻ്റെ പ്രത്യേകതകളിൽ തന്നെ ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, കേരള ഹാസ് എ യുണീക്ക് പൊസിഷൻ. ഇന്ത്യയിലെ മൊത്തത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും എടുത്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഭയങ്കര ഒരു അഭിമാനമുള്ളൊരു കാര്യമാണ് മലയാളി എന്ന് പറയുമ്പോൾ. സിമിലർ വേ ആ മലയാളി എന്ന് പറയുന്ന ഒരു പ്രൗഢി വന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ഭൂപ്രകൃതിയാണ്. നമുക്കെല്ലാം, അതായത് നമുക്ക് ഈ പറയുന്ന മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമ്മൾ കാണുന്ന ഇത്രയും ഭംഗിയുള്ള കുന്നും ചെരുവുകളും ഇത്രയും ഭംഗിയുള്ള കായലുകളും ഇത്രയും ഭംഗിയുള്ള തീരപ്രദേശങ്ങളും ഇതെല്ലാം ഉണ്ടായതിൻ്റെ റീസൺ തന്നെ നമ്മുടെ ആ ഒരു ലൊക്കേഷൻ. നമ്മൾ സൗത്ത് ഇന്ത്യയിൽ കറക്റ്റ് അറബിക്കടലിൻ്റെ തൊട്ടടുത്ത് കിടപ്പുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സഹ്യപർവ്വതം, നമ്മുടെ സഹ്യാദ്രി, നമ്മുടെ വെസ്റ്റേൺ ഗാറ്റ്സ് എന്ന് പറയുന്നൊരു പുള്ളിയും നമുക്കുണ്ട്. ഇങ്ങനെ എല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ എന്താണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കുന്നത്. കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നാട് ലോകത്ത് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. സോ കേരള ഈസ് നോൺ ആസ് ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടും. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സീനിക് ബ്യൂട്ടി, നമ്മുടെ ഭൂപ്രകൃതിയും അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറും, നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മുടെ കേരളത്തിൻ്റെ കൾച്ചറുമാണ് ഈ ഒരു പേരല്ലെങ്കിൽ ഈ ഒരു നാമം കിട്ടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഗോഡ്സ് ഓൺ കൺട്രി നമ്മൾ കേരളം അറിഞ്ഞിരിക്കുന്നത്. ഇതൊരു നാരോ സ്ട്രിപ്പ് ഓഫ് കോസ്റ്റൽ ലാൻഡാണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇന്ത്യയുടെ മാപ്പിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വളരെ സദേൺ ഭാഗത്തില്ലേ, ഇത് നമ്മുടെ സദേൺ ഭാഗമാണ്. ഇന്ത്യയുടെ സദേൺ ഭാഗത്ത് അറബിക്കടലിൽ അടുത്തായിട്ട് നിലകൊള്ളുന്ന വളരെ നാരോ ആയിട്ടുള്ള ഭയങ്കര ഒരു നീണ്ടൊരു വലിച്ച്, ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഏരിയ ഉള്ള, അത്യാവശ്യം ഇച്ചിരി വലിപ്പമുള്ള സംസ്ഥാനങ്ങളാണ് ബാക്കിയുള്ളവരെല്ലാം. നമുക്ക് വലിപ്പം ഉണ്ടെങ്കിലും ഇല്ലാത്തവരുണ്ട് കേട്ടോ. നേരെ പോയി നമ്മുടെ സിക്കിമും ഗോവേനെയൊന്നും കൺസിഡർ ചെയ്യേണ്ട, നമ്മുടെ 7 സിസ്റ്റേഴ്സിനെയൊന്നും നോക്കിയാൽ വേണ്ട. അല്ലാത്ത പക്ഷം ബാക്കിയുള്ള വലിയ വലിയ നമ്മുടെ സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു ലൊക്കേഷൻ തന്നെ കണ്ടില്ല. ഇങ്ങനെ ഒരു നീണ്ടൊരു ചെറിയൊരു കുഞ്ഞി കഷ്ണം കേക്ക് മുറിച്ചെടുക്കുന്ന പോലെ മാത്രം ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു നാരോ കോസ്റ്റൽ സ്ട്രിപ്പാണ്. ലൊക്കേറ്റഡ് അറ്റ് ദി സൗത്ത് വെസ്റ്റ് ടിപ്പ് ഓഫ് ദി കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ സൗത്ത് വെസ്റ്റ്, നിങ്ങൾക്ക് ആ ലൊക്കേഷൻ പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ഇന്ത്യ ആണെങ്കിൽ ഇതുണ്ടോ, ഈസ്റ്റ് വെസ്റ്റ്, അവിടെ നോർത്ത് ആൻഡ് സൗത്ത്, ഇവിടെ സൗത്താണ്. ഇതൊരു സൗത്ത് വെസ്റ്റേൺ ഭാഗത്താണ് കിടക്കുന്നത്. കണ്ടോ, സൗത്തിൻ്റെയും വെസ്റ്റിൻ്റെയും ഇടയ്ക്കുള്ള ഒരു സൗത്ത് വെസ്റ്റേൺ, ഈ കണ്ടോ ഇവിടെയാണ് നമ്മുടെ
കേരളം കിടക്കുന്ന ഒരു സൗത്ത് വെസ്റ്റേൺ ടിപ്പ് ഓഫ് ദ കൺട്രി, രാജ്യത്തിൻ്റെ ഒരു സൗത്ത് വെസ്റ്റേൺ പാർട്ടിലാണ് നമ്മുടെ കേരളം കിടക്കുന്നത്. ഇത് മഞ്ചേശ്വരമാണ്. കേരളത്തിൻ്റെ ഏറ്റവും നോർത്ത് ഭാഗത്ത്, നമ്മുടെ കാസർഗോഡിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഏറ്റവും നോർത്തിൽ മഞ്ചേശ്വരവും ഏറ്റവും സൗത്തിൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഏറ്റവും സൗത്തിലായിട്ട് ഇവിടെ പാറശാലയുണ്ട്. അതായത് ഏറ്റവും മുകളിൽ മഞ്ചേശ്വരവും ഏറ്റവും താഴെ പാറശാല എന്ന് പറയുന്നതാണ് സ്ഥലം. അതായത് കേരളത്തിന് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഏറ്റവും മുകളിൽ കാസർഗോഡിൽ കിടക്കുന്ന മഞ്ചേശ്വരവും ഏറ്റവും സദേൺ ഭാഗത്ത് ആരാണ്? പാറശാല, തിരുവനന്തപുരത്തുള്ള പാറശാലയുമാണ് രണ്ട് എൻഡ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ലൊക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇടത് സൈഡിൽ, നമ്മുടെ വെസ്റ്റ് സൈഡിൽ അറബിക്കടലുണ്ട്, ഈസ്റ്റ് സൈഡിൽ തമിഴ്നാടുണ്ട്, നോർത്തിൽ കർണാടകയുണ്ട്, സൗത്തിൽ കന്യാകുമാരി, അല്ലെങ്കിൽ താഴെ നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ കിടപ്പുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ലൊക്കേഷൻ പറയുന്നത്. അതാണ് നമ്മുടെ ബൗണ്ടറി എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ബൗണ്ടറി എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? അറേബ്യൻ സീ ഇൻ ദ വെസ്റ്റ്, അറബിക്കടലാണ് വെസ്റ്റിലുള്ളത്. കാണാമല്ലോ, അറബിക്കടലാണ് വെസ്റ്റിലുള്ളത്. വെസ്റ്റേൺ ഗാറ്റ്സ് ഇൻ ദ ഈസ്റ്റ്, നമ്മുടെ വെസ്റ്റേൺ ഗാറ്റ്സ് ആണ് ഈസ്റ്റിലുള്ളത്. വെസ്റ്റേൺ ഗാറ്റ്സ് ഈ വാക്ക് പലപ്പോഴായിട്ടും നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇത് ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണെങ്കിലും ഒട്ടുമിക്ക ദിവസങ്ങളിലും നമ്മുടെ പത്രത്തിലാണെങ്കിലും ന്യൂസിലാണെങ്കിലും ഒരുപാട് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളിലും എടുത്തെടുത്ത് വരുന്നൊരു പേരാണ് സഹ്യാദ്രി, സഹ്യപർവ്വതം, വെസ്റ്റേൺ ഗാറ്റ്സ്, ദ സോ കോൾഡ് വെസ്റ്റേൺ ഗാറ്റ്സ് എന്ന് പറയുന്നൊരു പേര്. ഈ വെസ്റ്റേൺ ഗാറ്റ്സ് വേറെ എങ്ങനെയല്ല, നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ സൗത്ത് വെസ്റ്റേൺ ഭാഗത്ത് നിലകൊള്ളുന്ന ഒരു പ്രധാനപ്പെട്ട മലനിരയാണ് നമ്മുടെ വെസ്റ്റേൺ ഗാറ്റ്സ് എന്ന് പറയുന്നത്. സൗത്ത് ഇന്ത്യയിൽ പൊതുവെ അവരെ വിളിക്കുന്ന പേരാണ് സഹ്യാദ്രി എന്ന് പറയുന്നത്. കേരളത്തിൽ നമ്മൾ അവരെ സഹ്യപർവ്വതം എന്ന് വിളിക്കും. സഹ്യപർവ്വതം കേരളത്തിൽ കാണുന്ന എല്ലാത്തിൻ്റെയും, നമുക്ക് കിട്ടുന്ന മഴയുടെയും നമുക്ക് കിട്ടുന്ന മണ്ണിൻ്റെയും നമ്മുടെ ഒരു അഗ്രികൾച്ചർ, നമ്മുടെ കൃഷിയുടെയും നമ്മുടെ ഈ ഒരു മൊത്തത്തിൽ കാണുന്ന ഭംഗി, അല്ലെങ്കിൽ നമുക്ക് കാണുന്ന എല്ലാ നദികളുടെയും എല്ലാത്തിൻ്റെയും ഒരു പ്രധാന കാരണക്കാരനാണ് ഈ സഹ്യപർവ്വതം. ഈ സഹ്യപർവ്വതം അവിടെ ഇല്ലായിരുന്നെങ്കിൽ, അതായത് കേരളം എടുക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഇങ്ങനെയാണ് സഹ്യപർവ്വതം കിടക്കുന്നത്. കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ കാണുകയാണെങ്കിൽ ഞാൻ വേറൊരു കളറിൽ നിങ്ങൾക്ക് സഹ്യപർവ്വതത്തിനെ മാർക്ക് ചെയ്ത് തരാം. ഇത് കേരളമാണെങ്കിൽ ഇതിങ്ങനെയാണ് നമ്മുടെ സഹ്യപർവ്വതം കിടക്കുന്നത്. കണ്ടാ, ഈ ഒരു നമ്മുടെ കേരളത്തിൻ്റെ ഒരു യെല്ലോ കളറിൽ വന്നേക്കുന്ന ഈ ഒരു ലൈൻ പോലെയാണ് നമ്മുടെ സഹ്യപർവ്വതം കിടക്കുന്നത്. അത് മലനിരയാണ്, വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള, ഇടയ്ക്ക് ഈ പൊട്ടലും ചീറ്റലൊന്നും ഇല്ല, ഇങ്ങനെ നിരന്ന് നിൽക്കില്ല. ഇങ്ങനെ കുറേ ഭീമത്സരായിട്ടുള്ള പടയാളികൾ നിരന്ന് നിൽക്കുന്ന പോലെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഈസ്റ്റേൺ ഭാഗത്ത് നിരന്ന് നിൽക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് നമ്മുടെ മലനിരയാണ് വെസ്റ്റേൺ ഗാറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈസ്റ്റേൺ ഭാഗത്ത്, കേരളത്തിൻ്റെ ഈസ്റ്റേൺ ഭാഗത്തുള്ള പ്രധാനമായിട്ടുള്ളൊരു ബൗണ്ടറി എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റേൺ ഗാറ്റ്സ് ആണ്. ഇതിൻ്റെ ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് ഒരു സംഭവം പറഞ്ഞുതരാം. നമ്മൾ ഈ വെസ്റ്റേൺ ഗാറ്റ്സിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചുരമുണ്ട്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ബ്രേക്ക് ഉണ്ട്. അതിൻ്റെ പേരാണ് പാലക്കാട് ഗ്യാപ്പ് എന്ന് പറയും. ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ, അല്ലെ, നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് മീംസൊക്കെ കാണുന്ന ഒരു കാര്യമാണ് പാലക്കാടുകാരന് ഭയങ്കര, എത്ര ചൂടുണ്ടെങ്കിലും നമ്മളൊക്കെ വേർത്തൊലിക്കുമ്പോൾ അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ പാലക്കാടുകാരുണ്ടെങ്കിലൊക്കെ പറയാം കേട്ടോ, അപ്പോൾ അങ്ങനെയാണോ എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറയുന്നതുമായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ, ഇതെങ്ങനെ നോക്കിയിട്ടൊക്കെ ഉണ്ടോ എന്ന് പാലക്കാടുകാർ പ്രത്യേകം പറയാം. അപ്പോൾ ഈ പാലക്കാട് ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ സഹ്യപർവ്വതത്തിൻ്റെ ഇടയ്ക്ക്, ഈ സഹ്യപർവ്വതം ഇങ്ങനെ നിരന്ന് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ട്. അതാണ് പാലക്കാട് ഗ്യാപ്പ്. പാലക്കാടാണതുള്ളത്. ഈ പാലക്കാട് ഗ്യാപ്പിൽ നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പർവ്വത നിരയാണെങ്കിൽ ഈ ഗ്യാപ്പിൽ നിന്ന് കഴിഞ്ഞാൽ കേരളത്തിലോട്ട് നോക്കുമ്പോൾ, നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ ഒരു സൈഡിൽ, നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ നല്ല പച്ചപ്പൊക്കെയുള്ള, നല്ല അത്യാവശ്യം വെള്ളമൊക്കെ ഒഴുകുന്ന, വളരെ ഒരു ഈർപ്പമുള്ള ഒരു ക്ലൈമറ്റൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേരളം. നേരെ സമയം നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ ഈ സൈഡിലോട്ട്, ഇവിടെ നമ്മുടെ തമിഴ്നാടാണ് അല്ലേ, തമിഴ്നാട്ടിലോട്ട് നോക്കിക്കഴിയുമ്പോൾ ഭയങ്കര തരിശായി കിടക്കുന്ന, അതായത് അധികം മഴയില്ലാത്ത, പച്ചപ്പ് വളരെ കുറവുള്ള ഒരു ബ്രൗൺ കളറിൽ കിടക്കുന്ന ഒരു തരിശായിട്ടുള്ള സ്ഥലമായിരിക്കും തമിഴ്നാട് കാണാൻ സാധിക്കുക. ഈ പാലക്കാട് ഗ്യാപ്പിലൂടെയാണ് ചൂട് കയറി വരുന്നതും അവിടെ നിന്ന് വരുന്ന ചൂട് കാറ്റാണ് ഈ പാലക്കാടിനെ ചൂട് കൂട്ടുന്നതും. നമ്മുടെ ഇവിടെ നിന്ന് ഈ ഗ്യാപ്പിൽ കൂടി പോകുന്ന കാറ്റാണ് അവിടെ കുറച്ചെങ്കിലും മഴ എത്തിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സഹ്യപർവ്വതത്തിൻ്റെ ഏറ്റവും വലിയ റെലവൻസ് ആണ് ഈ പറഞ്ഞത്. അതായത് കേരളത്തിൽ കാണുന്ന എല്ലാത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ മഴയാണ്, നമ്മുടെ മൺസൂണാണ് നമ്മുടെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ഈ മഴ തരുന്നതിൽ ഒരു പ്രധാന പങ്കാണ് നമ്മുടെ
വെസ്റ്റേൺ ഗാറ്റ്സിനുള്ളത്. സഹ്യപർവ്വതത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. സഹ്യപർവ്വതം എല്ലാ ക്ലാസ്സിനും ശേഷം നമ്മൾ സഹ്യപർവ്വതത്തിന് മാത്രമായിട്ടൊരു ചെറിയൊരു ഷോർട്ട് സെഷൻ ഞാൻ തരുന്നുണ്ട്. കാരണം ഒരുപാട് ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗം കൂടിയാണ്. എൻവയൺമെൻറ്റിലാണെങ്കിലും സയൻസ് ആൻഡ് ടെക്നോളജിയിലാണെങ്കിലും ജോഗ്രഫിയിലാണെങ്കിലും ഒരുപോലെ ചോദ്യം വരുന്നൊരു ടോപ്പിക്കാണ് വെസ്റ്റേൺ ഗാറ്റ്സ്. അപ്പോൾ അത് നമുക്കൊരു ചെറിയൊരു ബ്രീഫ് സെഷൻ ഞാൻ അതിൽ തരുന്നതായിരിക്കും. അപ്പോൾ ബൗണ്ടറിയാണ് നമ്മുടെ കേരളത്തിൻ്റെ വെസ്റ്റേൺ ഗാറ്റ്സ് എന്നുള്ളത് മറക്കാതിരിക്കുക. നോർത്തിൽ കർണാടകയാണ്, സൗത്തിൽ നമ്മുടെ കന്യാകുമാരിയാണ് ഉള്ളത്. കണ്ടോ, ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ മാപ്പ്. ഇനിയിപ്പോൾ ഇൻ്റർനെറ്റിലൊക്കെ മാപ്പ് തപ്പിയിട്ട് കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നേരെ എടുത്തു വെക്കുക. ഇത് നമ്മുടെ കേരളത്തിൻ്റെ വളരെ ഐഡിയൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ മാപ്പാണ്. ഇതിനകത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ജില്ലകളിലെ പ്രധാനപ്പെട്ട ടൗൺസ്, അതായത് മേജർ ടൗണുകൾ, അതിൻ്റെ പേരും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റിൻ്റെ പേരും ഡിസ്ട്രിക്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും, അതുതന്നെ നമ്മുടെ ബൗണ്ടറി, നമ്മുടെ കറക്റ്റ് ഓരോ ജില്ലകളുടെ ബൗണ്ടറിയും സ്റ്റേറ്റിൻ്റെ ബൗണ്ടറിയും, നമ്മുടെ ലക്ഷദ്വീപ് സീ, നമ്മുടെ ഇപ്പുറത്തെ സൈഡിലുള്ള എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു നല്ലൊരു പൊളിറ്റിക്കൽ മാപ്പാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ജസ്റ്റ് നമ്മുടെ 14 ജില്ലകൾ കണ്ണും പൂട്ടി ഈ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് പഠിച്ചിരിക്കുക. ഇത് 4 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒന്ന് പഠിച്ച് വച്ചിരിക്കുക, നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചത് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ, ഇനി നിങ്ങളുടെ കയ്യിലുള്ളതിനകത്ത് വല്ല വ്യത്യാസങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ നോക്കി ചെയ്ത് വെച്ചിരിക്കുക. ഇതായിരിക്കും നമ്മളെല്ലാം ത്രൂ ഔട്ട് യൂസ് ചെയ്യുന്നത്. ടു ബി മോർ സ്പെസിഫിക്, ദ സ്റ്റേറ്റ് ഈസ് ബൗണ്ടഡ് ഓൺ. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ്, ഇപ്പം ഞാൻ പറഞ്ഞത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ബൗണ്ടറിയാണ്. ഇതല്ലാതെ സ്ഥലങ്ങൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തതാണ് നോർത്ത് ഈസ്റ്റ്. കേരളത്തിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ അവിടുത്തെ സ്ഥലത്തിൻ്റെ പേരാണ് കണാര, സൗത്ത് കണാര, കൊടക്, മൈസൂർ. കർണാടകയിലുള്ള കണാര, സൗത്ത് കണാര, നോർത്ത് കണാരയുണ്ട്, സൗത്ത് കണാരയുണ്ട്. സൗത്ത് കണാര എന്ന് പറയുന്ന സ്ഥലവും കൊടകൊക്കെ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. കൊടകും മൈസൂറും അല്ലേ, നമ്മൾ ഒബ്വിയസ്ലി എല്ലാവരും ടൂറൊക്കെ പോകുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. കൊടക് മൈസൂറാണ് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും നോർത്ത് എൻഡിൽ കാണാൻ സാധിക്കുക. ഈസ്റ്റിൽ നീൽഗിരിയാണ്. നമ്മുടെ ഈസ്റ്റേൺ ഭാഗത്ത് നമ്മൾ വെസ്റ്റേൺ ഗാറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അവിടെ പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ നീൽഗിരിയും കോയമ്പത്തൂർ, മധുരൈ, രാമനാഥപുരം, തിരുനെൽവേലി ഡിസ്ട്രിക്ട്, തമിഴ്നാടിൻ്റെ ഈ ഭാഗങ്ങളൊക്കെയാണ് നമ്മുടെ ഈസ്റ്റിലുണ്ടാവുന്നത്. അതേപോലെ തന്നെ നേരെ സൗത്തിൽ വരികയാണെങ്കിൽ നമ്മുടെ കന്യാകുമാരിയാണ്, വെസ്റ്റിൽ നമ്മുടെ അറബിക്കടലാണ്. എഗെയിൻ എടുത്തു പറഞ്ഞുകൊണ്ടാണ്, അതായത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെയാണ് കേരളത്തിൻ്റെ ഒരു ബൗണ്ടറിയിൽ വരുന്ന ആൾക്കാർ. അതേപോലെ തന്നെ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൊക്കേഷൻ. കേരളത്തിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അറിയാലോ, നമ്മൾ ഇമാജിനറി ലൈൻസ് ആണ് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും. ഇതിനെ പറ്റിയിട്ട് വേൾഡ് ജോഗ്രഫിയിൽ ക്ലാസ് അവൈലബിൾ ആയിരിക്കും, എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്താണ് ലോഞ്ചിറ്റ്യൂഡ് എന്നുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ ലൊക്കേഷൻ, അതായത് നമ്മൾ ഭൂമി എടുക്കുകയാണെങ്കിൽ ഭൂമിയിലൊരു പോയിന്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിന് എപ്പോഴും ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന 2 റെഫറൻസുകളാണ് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും. അപ്പോൾ ആ റെഫറൻസുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ആണ് ഈ കൊടുത്തേക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും പഠിച്ചു വെക്കുന്ന പോലെ തന്നെ കേരളത്തിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എന്താണ് 8 ഡിഗ്രി 17 മിനിറ്റ്സ് 30 സെക്കൻഡ്സ് അങ്ങനെയാണ് കേട്ടോ ഇത് വായിക്കുന്നത്. ഡിഗ്രി മിനിറ്റ്സ് സെക്കൻഡ്സ് ആയിട്ടാണ് വായിക്കുന്നത്. നോർത്ത് ഭാഗത്ത് കിടക്കുന്നത് 12 ഡിഗ്രി 47 മിനിറ്റ്സ് 40 സെക്കൻഡ്സ് നോർത്ത്, ആ ഒരു എക്സ്റ്റെൻറ്റിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്. അതേപോലെ തന്നെ 74 ഡിഗ്രി 27 മിനിറ്റ്സ് 47 സെക്കൻഡ്സ് ഈസ്റ്റ്, 77 ഡിഗ്രി 37 മിനിറ്റ്സ് 12 സെക്കൻഡ്സ് ഈസ്റ്റ്. ഈ പറയുന്ന ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് വാല്യൂസിൻ്റെ ഇടയിലാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. നമ്മുടെ അറബിക്കടലിൻ്റെ വളരെ അറബിക്കടലിനൊപ്പം വളരെ പാരലായിട്ട് കിടക്കുന്ന ആളാണ് നമ്മുടെ കേരളം. 580 കിലോമീറ്ററാണ് അതിൻ്റെ തീരദേശത്തിൻ്റെ, അതിൻ്റെ കോസ്റ്റൽ സ്ട്രെച്ച് എന്ന് പറയുന്നത് എത്രയാണ്? ഡിസ്റ്റൻസ് അബൌട്ട് 580 കിലോമീറ്റർ. അറബിക്കടലിന് വളരെ സമാന്തരമായി കിടക്കുന്ന 580 കിലോമീറ്ററോളം വിസ്തൃതിയിൽ നീണ്ടു കിടക്കുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. The breadth of the state varies from 32 kilometers in the north and south to over 120 kilometers in the width. അതായത് കേരളം, നിങ്ങൾ ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, കേരളത്തിൻ്റെ മൊത്തത്തിലൊരു വീതി നോക്കുകയാണെങ്കിൽ ഒരു സിഗാർ ഷേപ്പിലാണ് കേരളം കിടക്കുന്നത്. അതായത് മുകൾ ഭാഗവും താഴ്ഭാഗവും അത്യാവശ്യം ഒരു ഇച്ചിരി മെലിഞ്ഞിട്ടാണ്.
നോക്കുകയാണെങ്കിൽ എന്താണ്, നോർത്തും സൗത്തും ഒരിച്ചിരി മെലിഞ്ഞിട്ടുണ്ട്. ഒരു 32 കിലോമീറ്ററൊക്കെയാണ് ആകെ മൊത്തത്തിലൊരു വീതി കാണുള്ളൂ. നേരെ സമയം നടുഭാഗം നോക്കിക്കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ ഒരു മധ്യഭാഗം നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം, ഒരു 120 കിലോമീറ്റർ വരെയൊക്കെ ബ്രെഡ്ത്തിന് പാകത്തിൽ വലിപ്പം ഉണ്ടാകും. അതായത് നോർത്തും സൗത്ത് ഒരിച്ചിരി മെലിഞ്ഞിട്ടാണ്, നടുഭാഗം ഒരിച്ചിരി വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു ഇതായിട്ടാണ് കേരളം കാണാൻ സാധിക്കുക. അപ്പോൾ ഇതാണ് കേരളത്തിന് ഞാനൊരു ഇൻട്രൊഡക്ഷൻ. ഫിസിയോഗ്രഫിയിൽ തന്നെ ഞാൻ ഇതൊരു ഇച്ചിരി ലെങ്തി ആയി പോകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. കാരണം അത്യാവശ്യം ആദ്യത്തെ ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി കഥയൊക്കെ പറഞ്ഞാലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുള്ളൂ. നമ്മൾ കേരള ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിലോട്ട് നിങ്ങൾ ഇറങ്ങുള്ളൂ. അപ്പോൾ ഇനിയാണ് നമ്മൾ കേരളത്തിൻ്റെ ഫിസിയോഗ്രഫി എങ്ങനെയാണ്, കേരളത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ഫിസിയോഗ്രഫി ഓരോന്നോരോന്നായിട്ട് നോക്കാം. Physiographic classification are made mainly in terms of geomorphic surfaces and altitudinal characteristics. ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ ജിയോമോർഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂപ്രകൃതിയിൽ ഉണ്ടാകുന്ന ഓരോ ഫീച്ചേഴ്സിനെയാണ് നമ്മൾ ജിയോമോർഫോളജിക്കൽ ഫീച്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രത്യേകിച്ച് ഹൈ റേഞ്ചിലൊക്കെ പോകുന്ന എന്തിനാണ്, നമ്മളവിടെ ഉയരമുള്ള കുന്നുകൾ കയറാനും താഴ്വരകളിലൂടെ നടക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ റേഞ്ചിൽ പോകുന്നത്. നേരെ സമയം നമ്മൾ ബീച്ചിൽ പോകുന്നത് എന്തുകൊണ്ടാണ്, വളരെ നിരപ്പായിട്ടുള്ള കടലിലോട്ട് ഇറങ്ങി കയറി ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീച്ചിൽ പോകുന്നത്. അതുപോലെ ഓരോ സ്ഥലങ്ങളും നമ്മൾ ഓരോ കാര്യങ്ങളും കാണാൻ പോകുന്നത് അവിടെ ഒരു പ്രത്യേകതരം ഭൂപ്രകൃതി, ഒരു സീനിക് ബ്യൂട്ടി ഉള്ളതുകൊണ്ടാണ്. സിമിലർ വേ ഉയർച്ചക്കുറവ്, ഇപ്പോൾ നമ്മളൊരു നല്ല മഞ്ഞ് വീഴുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ നല്ല ഉയരത്തിലുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ ഹിമാചൽ പ്രദേശും കശ്മീറൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഹൈ ഓൾട്ടിറ്റ്യൂഡ്, ഭയങ്കര ഉയരത്തിൽ നിൽക്കുന്ന സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ ഉയരവും താഴ്ചയും, അതുപോലെ അവിടെ കാണാൻ പറ്റുന്ന നദികൾ, അവിടെ ഉണ്ടാകുന്ന കാറ്റിൻ്റെ വേഗത, അവിടെ ഉണ്ടാകാൻ പോകുന്ന ഗ്രൗണ്ട് വാട്ടർ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫിസിയോഗ്രഫിക് ഡിവിഷനുകളായിട്ട് കേരളത്തെ ഡിവൈഡ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മലകളും കുന്നുകളും ഉള്ള സ്ഥലങ്ങൾ എവിടേക്കാണ്, പീഠഭൂമികളൊക്കെ എവിടെയാണ്, തീരപ്രദേശം എവിടെയാണ്, ഇങ്ങനെ അതായത് ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന ഭാഗം താഴ്ന്ന ഭാഗം എന്ന നിലയിൽ ഒരു സ്ഥലത്തിന് ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നതിനാണ് നമ്മൾ ഫിസിയോഗ്രഫിക് ഡിവിഷൻ എന്ന് പറയുന്നത്. കേരളത്തിന് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഹൈ റേഞ്ച് എവിടെയാണ്, മിഡ് റേഞ്ച് എവിടെയാണ്, ലോ ലാൻഡ് എവിടെയാണ് എന്ന് നമ്മൾ ചുരുക്കി പഠിക്കുന്നു. അത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു ഫിസിയോഗ്രഫിക് ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിസിയോഗ്രഫിക് ഡിവിഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് തുടക്കം മുതലേ ഇനീഷ്യലി നിങ്ങൾക്ക് ഞാനൊരു ചെറിയൊരു കഥയും കൂടി പറഞ്ഞുതരാം. ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ മാപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാറ്റലൈറ്റുകളൊക്കെ ഉപയോഗിച്ച് മാപ്പ് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ പണ്ട് കാലത്ത് നമ്മളൊരു സർവേ ഒക്കെ എടുക്കാൻ വേണ്ടി ഒരു സർവേയർ ജനറലും അതൊക്കെ ഒരുപാട് ആൾക്കാർ അവരുടെ ഒരുപാട് ജോലിക്കാരൊക്കെ ചെന്ന് ഓരോ സ്ഥലങ്ങളിൽ പോയി അവിടെ കണക്കെടുത്ത് അതിങ്ങനെ മാപ്പ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, ഓരോ സ്ഥലങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് പഠിക്കുന്നത്. അപ്പോൾ പണ്ട് മുതലേ ഈ ഒരു ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മുടെ നാട്ടിൽ പ്രൊമിനൻ്റ് ആയ കാലം തുടങ്ങി ഒരുപാട് സർവേകൾ നടന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ പറയും എന്താണ്, എൻ്റെ അഭിപ്രായത്തിൽ കേരളം ഇത്ര ഡിവിഷനുകളാണ്, കേരളത്തിന് ഇത്ര ഹൈ റേഞ്ച് ഉണ്ട്, കേരളത്തിന് ഇത്ര തീരപ്രദേശമുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ പറയും. കാലം മാറും തോറും പുതിയ പുതിയ ക്ലാസിഫിക്കേഷനുകൾ വരും. ഈ പറയുന്ന സാറ്റലൈറ്റും പുതിയ വിവരസാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പുതിയ ഡിവിഷനുകളും ആൾക്കാർ പുട്ട് ഫോർവേഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ കേരളത്തിൻ്റെ ഫിസിയോഗ്രഫീനെ ഒരു 3 സെറ്റായിട്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ട് 3 ക്ലാസിഫിക്കേഷനായിരുന്നു ആ നാളിലുണ്ടായിരുന്നത്. ഒന്നാമത്തതാണ് 3-fold ക്ലാസിഫിക്കേഷൻ. അതായത് കേരളത്തിന് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആദ്യമായി കൊണ്ടുവന്നൊരു ക്ലാസിഫിക്കേഷനാണ് 3-fold ക്ലാസിഫിക്കേഷൻ. SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് ഈ 3-fold ക്ലാസിഫിക്കേഷൻ ആയിരിക്കും. അതിനായിരിക്കും മുൻഗണന. നമ്മളത് മുൻഗണന വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ക്ലാസ് നോക്കാൻ പോകുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കേരള, അതായത് പുതിയ ആൾക്കാർ, അതായത് പഴയതിനെല്ലാം മാറ്റി നമ്മൾ പുതിയ കാര്യങ്ങളാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ പുതിയതായിട്ട് വന്ന സർവേ ഗ്രൂപ്പും അവരെല്ലാവരും കൂടി ചേർന്ന് എന്ത് ചെയ്തു, 4-fold ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചു. പിന്നെ വേറെ ആൾക്കാർ വന്ന് 5-fold, അങ്ങനെ പല ഡിവിഷൻസും കാര്യങ്ങളുണ്ട്. നമ്മൾ ക്ലാസ്സിൽ ഈ 2 എണ്ണം 3-fold ക്ലാസിഫിക്കേഷനും 4-fold ക്ലാസിഫിക്കേഷനും ഇത് 2ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. ആരും പേടിക്കേണ്ട, വലിയ സാധനങ്ങളൊന്നും അല്ല, നിങ്ങൾക്ക് പറഞ്ഞു വരുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് വരും.
അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു 3-fold ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് വി വിൽ ഡീൽ വിത്ത് 3-fold ക്ലാസിഫിക്കേഷൻ. നോട്ട് ചെയ്തോളുക, NCERT ടെക്സ്റ്റ് ബുക്കുകളിലുള്ള SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്ലാസിഫിക്കേഷനാണ് ഈ 3-fold ക്ലാസിഫിക്കേഷൻ. ആ ബുക്കിലുള്ളതിനകത്ത് നമ്മൾ കുറച്ചും കൂടി ഡിഗ്രി ലെവൽ കണ്ടൻറ് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗം നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് വൈഡ്ലി, അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വളരെ പഴക്കം ചെന്നൊരു ക്ലാസിഫിക്കേഷനും ഇതാണ്. അതേപോലെ തന്നെ SCERT ടെക്സ്റ്റ് ബുക്കുകളിലും കേരളത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പബ്ലിക് റെക്കോർഡുകളിനകത്തും സൈറ്റിലും എല്ലാം കാണാൻ പറ്റുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് ഈ 3-fold ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷൻ വേറൊന്നുമില്ല, കേരളത്തിനെ നമ്മൾ ചുമ്മാ 3ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. ഹൈ റേഞ്ച്, മിഡ് ലാൻഡ്, ലോ ലാൻഡ്. അതായത് ഹൈ ലാൻഡ്, മിഡ് ലാൻഡ്, ലോ ലാൻഡ്. നമ്മുടെ ഈ മൊബൈൽ ഫോണിൽ ഇങ്ങനെ എന്താണ് റേഞ്ചിൻ്റെ കട്ട വയ്ക്കില്ലേ, അതുപോലെ തന്നെയാണ് കേരളം ഇരിക്കുന്നത്. എങ്ങനെയാണ്, ഒരു ഉയർന്ന ഭാഗമുണ്ട് കേരളത്തിനായി നമ്മൾ ഹൈലാൻഡ് എന്ന് വിളിക്കുന്നു, കുറച്ച് ഉയർച്ച കുറഞ്ഞൊരു ഭാഗമുണ്ട് കേരളത്തിൻ്റെ നടുഭാഗം, അതിനെ നമ്മൾ മിഡ് ലാൻഡ് എന്ന് വിളിക്കുന്നു. നല്ലോണം ഉയർച്ച കുറഞ്ഞ വളരെ നിരപ്പായി കിടക്കുന്നൊരു ഭാഗം കേരളത്തിനുണ്ട് നമ്മുടെ കടലിൻ്റെ അടുത്ത്, അതാണ് ലോ ലാൻഡ്. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് കേരളത്തെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് 3-fold ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് 3ആയിട്ട് കണ്ടോ, ഇതാ ഹൈലാൻഡ്, മിഡ് ലാൻഡ്, ലോ ലാൻഡ് എന്നുള്ള 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു പടമുണ്ട്, നേരെ നമുക്ക് അതിൻ്റെ ഒരു ഇങ്ങനെയാണ് 3-fold ക്ലാസിഫിക്കേഷൻ. കേരളം എടുക്കുകയാണെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ മാപ്പിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് മാപ്പിൻ്റെ പവർ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാം, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ കേരളത്തിനെ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഇഫ് യു ടേക്ക് കേരള, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇവിടെ എന്തുണ്ട്, വെസ്റ്റേൺ ഗാറ്റ്സ് എന്ന് പറയുന്നൊരു പുള്ളി ഇതിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് ഈ ഭാഗത്ത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഈ ഒരു ഈസ്റ്റേൺ ഭാഗം ഈ ബ്രൗൺ കളറിൽ കൊടുത്തേക്കുന്നതാണ് ഹൈലാൻഡ്, ഉയർന്ന പ്രദേശങ്ങൾ. നമ്മൾ ഏറ്റവും കൂടുതൽ ടൂറൊക്കെ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പൊന്മുടി ആണെങ്കിലും നമ്മുടെ വയനാട്ടിൻ്റെ ഹൈ റേഞ്ചിൽ പോവുകയാണെങ്കിലും ഊട്ടി, ഇങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം എവിടെ വരും, ഈ പറയുന്ന ഹൈലാൻഡിൽ വരും. കേരളത്തിൽ നിന്ന് നമ്മൾ എപ്പോഴും ഒരു ഹൈ റേഞ്ച് ടൂറ് പോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അപ്പം തന്നെ ആലോചിക്കുക എന്താണ്, അത് കേരളത്തിൻ്റെ ഹൈലാൻഡ് എന്ന് പറയുന്ന ഡിവിഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതിനുശേഷം ഇത്രയും ഉയരമില്ല, ഇതിനേക്കാൾ ഉയരം ഇച്ചിരി കുറവാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്നതും അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അധിവസിക്കുന്നതും. ഈ ഹൈലാൻഡിനൊരു കുഴപ്പമുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് പോയി താമസിക്കാൻ പറ്റില്ല. നിങ്ങൾ ഹൈ റേഞ്ച് എടുത്ത് നിങ്ങൾ ഇടുക്കിയൊക്കെ ചെന്ന് കഴിയുമ്പോൾ, നമ്മുടെ എറണാകുളവും ഇടുക്കിയും തമ്മിൽ താരതമ്യം ചെയ്ത് കഴിയുമ്പോൾ എറണാകുളത്ത് എവിടെ ചെന്നിരുന്നാലും ഇങ്ങനെ കുറ്റിന് ആൾക്കാരായിരിക്കും, ഇങ്ങനെ മുട്ടി വീടുകളായിരിക്കും കാണാൻ പറ്റുന്നത്. നേരെ സമയം ഇടുക്കിയിൽ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും, വളരെ ഇപ്പോൾ ഇവിടെ ഒരു വീടുണ്ടെങ്കിൽ പിന്നെ അങ്ങ് അപ്പുറത്തായിരിക്കും. അത് ഹൈ റേഞ്ചിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ആൾക്കാർക്ക് വീട് വെച്ച് താമസിക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതായത് ആൾക്കാർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ നാട് അങ്ങനെ നിലനിന്ന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഈ നടുക്ക് കാണുന്ന കണ്ടോ, ഒരു പച്ച കളറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതാണ് മിഡ് ലാൻഡ്. മിഡ് ലാൻഡ് എന്ന് പറയുന്ന ഈ ഏരിയ, അതായത് ഹൈ റേഞ്ചിൻ്റെ അത്രയും ഉയരവും ഇല്ല, എന്നാൽ തീരദേശത്തിൻ്റെ അത്രയും ഉയർച്ചക്കുറവും ഇല്ല, ഒരു മിഡ് റേഞ്ചിൽ നിൽക്കുന്നതാണ് മിഡ് ലാൻഡ്. അതിനുശേഷം വരുന്നത് യെല്ലോ കളറിൽ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ അറബിക്കടലിന് വളരെ അടുത്ത് കിടക്കുന്ന ഒരുപാട് ബീച്ചുകളൊക്കെയുള്ള നമ്മുടെ കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, ആലപ്പുഴ ഇതുപോലെയുള്ള നമ്മുടെ ജില്ലകളുടെ മെജോറിറ്റി ഭാഗങ്ങൾ തീരദേശമാണ്. അപ്പോൾ ഇതുപോലെ കിടക്കുന്ന സ്ഥലങ്ങൾ ബീച്ച് ആലോചിച്ചാൽ മതി, ഇതുപോലെ തീരദേശം കിടക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ലോ ലാൻഡ് എന്ന് വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ 3-fold ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ പ്രത്യേകതകൾ, കാരണം കൂടുതലും PSCയിൽ ഇങ്ങനത്തെ ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യം വരുന്നത് ഈ ഹൈറ്റിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമുക്കിതിൽ നിന്ന് പഠിച്ചു പോവാം. നേരെ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കൊണ്ടുവന്നത് ആരാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. This classification is followed in many old records such as Report of High Level Committee on Land and Water Resources of State Planning Board. 1984 പുറപ്പെടുവിച്ച നമ്മുടെ കേരളത്തിൻ്റെ പ്ലാനിംഗ് ബോർഡ് നിലവിൽ കൊണ്ടുവന്ന റിപ്പോർട്ടിനകത്തൊക്കെ നമുക്ക് ഈ പറയുന്ന ഡിവിഷൻ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കുകൾ, കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട SCERT ടെക്സ്റ്റ് ബുക്കുകളിലെല്ലാം പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും കേരളത്തിൻ്റെ ഡിവിഷനായി പഠിപ്പിക്കുന്നത് ഈ ഒരു 3-fold ക്ലാസിഫിക്കേഷനാണ്. ഈ ക്ലാസിഫിക്കേഷൻ പ്രധാനമായിട്ടും ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഒരു നല്ല ഉയരമുള്ള പ്രദേശം,
കടലിൻ്റെ തട്ടിൽ നിന്ന്, അതായത് കടലിൽ നിന്ന് നോക്കുമ്പോൾ എത്രത്തോളം ഉയരത്തിലാണ് സ്ഥലം ഇരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ മുമ്പോട്ട് വച്ചേക്കുന്നത്. അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും മീൻ സീ ലെവലാണ്. മീൻ സീ ലെവൽ എന്ന് പറഞ്ഞാൽ ആ കടലിലെ വെള്ളം കിടക്കുന്ന ആ ഉയരത്തിനാണ് നമ്മൾ മീൻ സീ ലെവൽ എന്ന് പറയുന്നത്. വേലിയേറ്റവും വേലിയിറക്കവും ഈ വേലിയേറുന്നതും വേലി ഇറക്കത്തിൻ്റെയും ഇടയിലുള്ള ആ ഒരു ലെവൽ, ആ വെള്ളത്തിൻ്റെ ഒരു ലെവലിനെ വിളിക്കുന്ന പേരാണ് മീൻ സീ ലെവൽ. ഈ മീൻ സീ ലെവലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഹൈലാൻഡ് എന്നും മിഡ് ലാൻഡ് എന്നും ലോ ലാൻഡ് എന്നും പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുട്ടനാട് കേട്ടിട്ടുണ്ടാവും, മീൻ സീ ലെവലിന് താഴെയാണെന്ന്. അത് കടലിൻ്റെ തട്ടിനേക്കാളും അല്ലെങ്കിൽ കടലിൽ കിടക്കുന്ന വെള്ളത്തിൻ്റെ ലെവലിനേക്കാളും താഴത്താണ് കുട്ടനാടിൻ്റെ ലെവലിരിക്കുന്നത്, കുട്ടനാട് ഇരിക്കുന്നത്. അപ്പോൾ മീൻ സീ ലെവലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തതാണ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആളാണ് നമ്മുടെ ഹൈലാൻഡ്. നമ്മുടെ മീൻ സീ ലെവലിൻ്റെ അടിസ്ഥാനത്തിൽ 3 ഫോൾഡ് ക്ലാസിഫിക്കേഷനാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പോയിൻറ്റ്സ് മാത്രം നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ഹൈലാൻഡ് പോയിൻറ്റ്സ് നേരെ മാപ്പ് വരയ്ക്കുക, മാർക്ക് ചെയ്യുക, ഹൈലാൻഡ് 4 പോയിൻറ്റ്സ്, ഇങ്ങനെ ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് അങ്ങ് എഴുതി വെച്ചിരുന്നാൽ മതി, അതുപോലെ പോയാൽ മതി. അപ്പോൾ ഹൈലാൻഡ് എന്ന് പറയുമ്പോൾ 75 മീറ്ററും അതിന് മുകളിൽ ഉയരമുള്ള സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ കിടക്കുന്ന ഒരു ഡിവിഷനെ വിളിക്കുന്ന പേരാണ് ഹൈലാൻഡ് എന്ന് പറയുന്നത്. എത്രയാണ്? 75 മീറ്റർ എബവ് മീൻ സീ ലെവൽ. മീൻ സീ ലെവലിനേക്കാളും 75 മീറ്റർ മുകളിലോട്ട് നിൽക്കുന്ന സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് ഹൈലാൻഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കേരളത്തിൽ ഒട്ടുമിക്ക ഹിൽസ് എടുത്തിരുന്നാലും നമ്മുടെ മീശപ്പുലിമല, നമ്മുടെ അഗസ്ത്യമല, നമ്മുടെ പൊന്മുടി, ഇങ്ങനെയുള്ള അതുപോലെ വാഗമൺ പോലുള്ള എല്ലാ മൊട്ടക്കുന്നുകളും എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം ഉയരം 75 മീറ്ററിന് മുകളിലാണ്. അതായത് ഒരു 800 മീറ്റർ, 900 മീറ്റർ, 1500 മീറ്റർ, 2000, 2500 മീറ്ററോളം ഉയരത്തിലുള്ള മലനിരകൾ കേരളത്തിലുണ്ട്. ഈ പറയുന്ന മലനിരകളെല്ലാം ഉൾക്കൊള്ളിച്ചു കിടക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഹൈലാൻഡ് എന്ന് പറയുന്നത്. ഈ ഹൈലാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ വെസ്റ്റേൺ ഗാറ്റ്സ്, നമ്മുടെ സഹ്യപർവ്വതത്തിലാണ് ഈ പറയുന്ന ഹൈലാൻഡ് നിലകൊള്ളുന്നത്. കാരണം നമ്മുടെ കേരളത്തിൻ്റെ ഈസ്റ്റേൺ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഹൈലാൻഡാണ്. അതാരാണ്? വെസ്റ്റേൺ ഗാറ്റ്സ് അഥവാ സഹ്യാദ്രിയാണ്. നമ്മുടെ എല്ലാ നദികളും, കേരളത്തിൻ്റെ എല്ലാ നദികൾ ഉത്ഭവിക്കുന്നതും ഈ പറയുന്ന വെസ്റ്റേൺ ഗാറ്റ്സ് ആണ്. റിവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ കേരളത്തിലെ നദികൾ എന്ന് പറയുന്ന ഒരു പോർഷൻ പഠിക്കുമ്പോൾ ഓരോ സ്ഥലങ്ങളും ഏറെക്കുറെ നമ്മുടെ വെസ്റ്റേൺ ഗാറ്റ്സിലുള്ള എല്ലാ കുന്നുകളുടെ പേരും നമ്മളവിടെ പഠിച്ചു പോകും. അപ്പോൾ നമ്മൾ ഇലമ്പലേരി ഹിൽസ്, കേരളത്തിനകത്തുള്ള ഒരുപാട് ഹിൽസിൻ്റെ പേരുകൾ, അങ്ങനെ ഓരോ ഹിൽസിൻ്റെ പേരുകൾ നമ്മൾ റിവേഴ്സ് പഠിക്കുമ്പോൾ പഠിക്കും. അതേസമയം തന്നെ നമ്മൾ ഫിസിയോഗ്രഫിയിലും പ്രധാനപ്പെട്ട ഹിൽസിൻ്റെ പേര് പഠിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ ടോപ്പിക്കും ഇൻ്റർ കണക്റ്റഡ് ആണ്. നിങ്ങളിപ്പോൾ ഒരു സാധനം ഇത് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇറ്റ് ഈസ് എൻ ഇൻട്രൊഡക്ഷൻ ടു അതർ ടോപ്പിക്, മറ്റ് ടോപ്പിക്കുകളിലോട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനും കൂടിയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ കാണുന്ന 90% നദികളും എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഹൈലാൻഡിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നമ്മൾ കാണുന്ന ഏറ്റവും നല്ല വനങ്ങൾ നമ്മുടെ വയനാടൻ ഫോറസ്റ്റ്, അതുപോലെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള പൊന്മുടിയിലുള്ള അതുറ ഹൈയിലുള്ള ഫോറസ്റ്റുകൾ, നമ്മുടെ തെന്മല, റോസ് മല എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലുള്ള ഫോറസ്റ്റുകൾ. അതായത് കേരളത്തിൻ്റെ ഈസ്റ്റേൺ ഭാഗത്ത് ഈ ഹൈലാൻഡിലാണ് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ളത്. നമ്മുടെ സൈലൻറ്റ് വാലിയൊക്കെ നിൽക്കുന്നതെല്ലാം, അതായത് ആരും ഇന്നവരെ കയറിപ്പറ്റാത്ത, ആരും നശിപ്പിക്കാത്ത നല്ല കാടുകളുള്ളതും ഈ പറയുന്ന നമ്മുടെ ഹൈലാൻഡിലാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റുന്നതാണ് റോസ് വുഡ്, ഈഗിൾ വുഡ്. ഇത് SCERT ലെവലിലുള്ളതുപോലെ തന്നെയാണ് കേട്ടോ. റോസ് വുഡ് എന്ന് പറയുന്ന മരം, ഈഗിൾ വുഡ് എന്ന് പറയുന്ന മരം, നമ്മുടെ സാൻഡൽ വുഡ് എന്ന് പറയുന്ന മരം, അതുപോലെ തന്നെ റെഡ് സാൻഡൽ വുഡ്, ചന്ദനമരങ്ങളെല്ലാം, ഓർക്കിഡുകൾ, ഇങ്ങനത്തെ പലതരത്തിലുള്ള കാടുകൾ കാണാൻ സാധിക്കും. നമ്മളിതിനെ സഹ്യാദ്രി മൗണ്ടെയിൻ എന്നും വിളിക്കാറുണ്ട് ഈ ഹൈലാൻഡിനെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈലാൻഡ്. ഞാനൊരു റെഫറൻസിന് ഒരു ചെറിയൊരു പിക്ചറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വരുന്ന ആളാണ് നമ്മുടെ മിഡ് ലാൻഡ്. ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ആളായിരുന്നു ഹൈലാൻഡ്. ഇനി നമുക്ക് നേരെ തൊട്ടപ്പുറത്തോട്ട് രണ്ടാമത്തെ ആളിലോട്ട് പോവാം, മിഡ് ലാൻഡിലോട്ട് പോവാം. മിഡ് ലാൻഡ് 7.5 മീറ്റർ തുടങ്ങി 75 മീറ്റർ, നേരത്തെ പറഞ്ഞായിരുന്നു 75 മീറ്ററിന് മുകളിലാണ് ഹൈലാൻഡ്. പക്ഷെ ഇവിടെ എന്താണ്? 7.5 മീറ്റർ മുതൽ 75 മീറ്റർ, 7.5 മീറ്റർ ടു 75 മീറ്ററിനിടയിൽ ഉയരം വരുന്ന സ്ഥലമാണ് മിഡ് ലാൻഡ് എന്ന് പറയുന്നത്. ഈ മിഡ് ലാൻഡിനെ നമുക്ക് മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് ഇടനാട്. നേരെ സമയം ഹൈലാൻഡിനെ മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് മലനാട്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കോട്ടെ. ഇത് മലനാടാണ്, ഇത് ഇടനാടാണ്. അപ്പോൾ ഇടനാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈലാൻഡിൻ്റെയും ലോ ലാൻഡിൻ്റെയും ഇടയിലാണുള്ളത്. ഒരുപാട് താഴ്വരകളും ഒരുപാട് നദികളൊക്കെ ഒഴുകുന്ന ഒരു ലൊക്കേഷനാണ് നമ്മളെ മിഡ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അതിനുശേഷം വരുന്ന ആളാണ് നമ്മുടെ ലോ ലാൻഡ് അല്ലേ, മൂന്നാമത്തെ ആൾ. ഇതാ യെല്ലോ കളറിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്തേക്കുന്നതാണ് ലോ ലാൻഡ് എന്ന് പറയുന്നത്. 7.5 മീറ്ററിനേക്കാളും താഴെയായിരിക്കും ഉയരം. 7.5 മീറ്ററിന് താഴെയും വരാം, മീൻ സീ ലെവലിൻ്റെ താഴത്തോട്ടും വരാം അല്ലേ. കുട്ടനാട് എന്നൊക്കെ പറഞ്ഞാൽ മീൻ സീ ലെവലിനേക്കാളും താഴെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ തീരപ്രദേശത്തിനെയാണ് നമ്മൾ ലോ ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ തീരപ്രദേശമാണ് ഇതിൻ്റെ പേര്, ഞാൻ എഴുതുന്നില്ല, തീരപ്രദേശമാണ് ലോ ലാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് SCERTയിലുള്ള 3 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ. കേരളത്തിനെ പ്രധാനമായും 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്: ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോ ലാൻഡ്. ഇത് കൂടാതെ, അപ്പോൾ ഇതാണ് അതിൻ്റെ മാപ്പ്, കൃത്യമായി പഠിച്ചു വെക്കുക. ഈ ക്ലാസിഫിക്കേഷൻ എന്തായാലും SCERT ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അത് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ നിങ്ങളുടെ അടുത്ത് അത് പഠിക്കാൻ നിർബന്ധം പറയുകയാണ്. ആ 3 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. ഇതിനുശേഷം അതിൻ്റെ ഒരു മാപ്പും കൂടി, വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള മാപ്പ് വേണമെന്നുള്ളവർക്ക് ഇതിനകത്ത് റിവേഴ്സ് കാണാൻ പറ്റും. കായലുകളും നദികളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മാപ്പാണ് കേട്ടോ ഇത്. മറ്റേത് കുറച്ചുകൂടി എളുപ്പമായിരുന്നു, അത് SCERT ലെവലിലായിരുന്നു. ഡിഗ്രി ലെവലിൽ വരുമ്പോഴേക്കും നിങ്ങളുടെ മാപ്പിന് ഇതിങ്ങനെ ഒരു ചേഞ്ച് സംഭവിക്കും. കണ്ടില്ലേ, ഇതാണ് SCERTയിൽ കാണാൻ പറ്റുന്ന മാപ്പ്. ഡിഗ്രി ലെവലിൽ ഈ ഒരു മാപ്പായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഞാൻ രണ്ടും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് SCERT ലെവലിൽ ബിഗിനേഴ്സിന് അത് യൂസ് ചെയ്യാം, അത്യാവശ്യം പ്രോ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിലോട്ടും കടക്കാം. സെയിം, രണ്ടുപേരും സെയിം ആണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ എടുത്തു കാണിക്കുന്ന, ഓരോ ജില്ലകൾ ഉൾപ്പെടെയുള്ളത് എടുത്തു കാണിക്കുന്നതാണ് ഈ ഒരു ഭാഗം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ടാസ്ക് ഞാൻ തരികയാണ്, ഓരോ ജില്ലകളും. അപ്പോൾ നിങ്ങൾക്ക് ഓബ്വിയസ്ലി ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിന്ന് നിങ്ങളുടെ അടുത്ത് എല്ലാ ജില്ലകളും കൃത്യമായിട്ട് പഠിക്കാൻ പറഞ്ഞായിരുന്നു. ഫിസിയോഗ്രഫിയുടെ ഒരു ക്ലാസിഫിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നായിരുന്നു. ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു മാപ്പും ഞാൻ തന്നിട്ടുണ്ട്. ഇത് നോക്കിയിട്ട്, ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം രീതിയിൽ നോക്കിയിട്ട് മലനാടിൽ കാണുന്ന ജില്ലകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ജില്ലകളുടെ കൂടുതൽ ഭാഗമാണ് മലനാടിലുള്ളത്, ഇടനാടിൽ ഏതൊക്കെ ജില്ലയാണ്, തീരപ്രദേശം ഏതൊക്കെ ജില്ലയാണെന്ന് നിങ്ങൾ എൻഡ് ഓഫ് ദ സെഷൻ ക്ലാസ് തീരുമ്പോഴേക്കും നോട്ട് ചെയ്ത് വെക്കുക. ഇത് നോക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ഈ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ നോട്ടൊക്കെ തരും. പക്ഷെ നിങ്ങളുടെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ, സ്റ്റാർട്ടിങ് എന്ന നിലയിൽ അതിൻ്റെ ഒരു ബേസിക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ നിന്ന് പല ചോദ്യങ്ങളും വരുമ്പോൾ, ജില്ലകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം വരുമ്പോൾ എവിടെയാണ് ജില്ലകളുടെ ഒരു കിടപ്പ് വശം വെച്ച് നിങ്ങൾക്ക് ഒരുപാട് ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് 3 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ. ഇതിനുശേഷം ഡിഗ്രി ലെവലുകളിലല്ല, ഇപ്പം ഞങ്ങളൊക്കെ ഡിഗ്രിയിൽ ഏറ്റവും കൂടുതൽ പഠിച്ചേക്കുന്നത് 4 ഫോൾഡ് ക്ലാസിഫിക്കേഷനാണ്. ഈ 4 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ ശരിക്കും നമ്മുടെ കേരള ഗസീറ്റ് വോളിയം നമ്പർ 1 ഈ 4 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ വന്നേക്കുന്നത്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 3 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ കൃത്യമായി പഠിച്ചു വെക്കുക. ഈ സെഷനിലും ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഈ 4 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു പോകും. കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്റീവായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ഭാഗം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 4 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഈ 4 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ എന്തായാലും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. കേരളത്തിൻ്റെ മൊത്തം ഒരു ഫിസിയോഗ്രഫിയിൽ കുറച്ചുകൂടി ഒരു ക്ലിയർ ഐഡിയ വരും 4 ഫോൾഡ് പഠിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് 4 ഫോൾഡും ആഡ് ചെയ്തേക്കുന്നത്. ഇതിൽ നിന്നും ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും, അടുത്ത ടോപ്പിക്കുകളിലോട്ട് റെലവൻ്റ് ഉള്ളതാണ്. അപ്പോൾ 4 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ പ്രകാരം സംഭവം അത് തന്നെയാണ്. 3 ഫോൾഡ് പോലെ തന്നെ ഹൈലാൻഡ് ഉണ്ട്, മിഡ്ലാൻഡ് ഉണ്ട്, ലോ ലാൻഡ് ഉണ്ട്. പക്ഷെ ഒരാൾ കൂടുതലുണ്ട്. ആരാണ്? ഈ ഒരാൾ മാത്രമാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഫുട് ഹിൽ സോൺ. നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്ത് ഹൈലാൻഡ് ഉണ്ട്, മിഡ്ലാൻഡ് ഉണ്ട്, ലോ ലാൻഡ് ഉണ്ട്. അതായത് വലിയ നാട്, അതായത് മലനാട് എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ട്, ഇടനാടുണ്ട്, തീരപ്രദേശമുണ്ട്. അപ്പോൾ ഈ മലനാട് കഴിഞ്ഞ് കഴിയുമ്പോൾ തൊട്ട് താഴെ, ഈ മല എന്ന് പറയുന്നതിന് തൊട്ട് താഴെ വരുന്ന ഭാഗത്തിന് നമ്മൾ ഫുട് ഹിൽ എന്ന് വിളിക്കും. അതായത് മലയുടെ ആ ഒരു സ്ലോപ്പ് കിടക്കുന്ന ഭാഗത്തിന് നമ്മൾ ഫുട് ഹിൽ എന്ന് വിളിക്കും. അപ്പോൾ ആ ഒരു സോണിനെ കൂടി ആഡ് ചെയ്തുകൊണ്ട്, കാരണം മലകളുടെ കഴിഞ്ഞാൽ നേരെ ഇടനാട് പറയുന്നതിനേക്കാളും എളുപ്പം അതിൻ്റെ ഇടയിൽ ഇതുപോലൊരു ഫുട് ഹിൽ സോണിനെ പറ്റിയിട്ടൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനും കൂടിയാണ് ഈ പറയുന്ന 4 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ. അതിനകത്ത് ആകെ ഒരാളെ എക്സ്ട്രാ ഉള്ളൂ, ഒരു ഫുട് ഹിൽ സോൺ നമ്മൾ ആഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 4 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ പ്രകാരം ഓരോന്നിനെയും, ഹൈലാൻഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണെന്നുള്ളതായിരിക്കും നമ്മൾ നോക്കിപ്പോവുക. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഹൈലാൻഡ് മാത്രമേ ഉള്ളൂ. നമ്മുടെ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്തി ആയി പോകുന്നുണ്ട്. അപ്പോൾ ഹൈലാൻഡിൻ്റെ കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് തരും. അടുത്ത പാർട്ടിനകത്ത് ബാക്കി 3 ആൾക്കാരെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പം നേരെ നമുക്ക് ഓരോരുത്തരെ നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഹൈലാൻഡ്. നേരത്തെ കാണിച്ച ആ മാപ്പിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് മാപ്പ്. നേരത്തെ 3 സോണുകളായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് 3 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ. ഇപ്പം 4 സോണുകൾ കണ്ടോ. ഇവിടെ ഫസ്റ്റ് തന്നെ എന്ത് വന്നിട്ടുണ്ട്? ഹൈലാൻഡ് വന്നിട്ടുണ്ട്. ദ ബ്രൗൺ കളറിൽ കാണുന്നതാണ് ഹൈലാൻഡ് സോൺ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലെജൻഡിനകത്ത് കാണാൻ പറ്റും. നേരെ സമയം ഒരു ക്രീം കളറിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അതായത് ഒരു കുന്ന് നമ്മൾ കാണുകയാണെങ്കിൽ,
ഒരു വലിയൊരു ഹില്ല് നമ്മൾ കാണുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഹില്ലിൻ്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത്, ഹിൽസ് അല്ലെങ്കിൽ ഹൈലാൻഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഹിൽസ് ആണ്. നേരെ സമയം ഇതിൻ്റെ ഈ ഒരു ഭാഗം ഈ താഴ്വര പോലെ കിടക്കുന്ന, എന്നാൽ താഴ്വരയിലോട്ട് എത്തുന്നതിന് മുമ്പുള്ള, അതായത് അത്യാവശ്യം കാടുകൾ, നിങ്ങളിപ്പോൾ ഒരു ഹൈ റേഞ്ചിലോട്ടൊക്കെ ടൂർ പോവുകയാണെങ്കിൽ നമ്മളൊരു ഹില്ലുണ്ടെങ്കിൽ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തായിരിക്കും കയറി പോകുന്നത്. ഈ പറയുന്ന ഫുഡ് ഹിൽ സോണുകളിലൂടെ ടച്ച് ചെയ്താണ് നമ്മൾ ഹില്ലിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് പോകുന്നത്. അപ്പോൾ അതാണ് ഫുഡ് ഹിൽ സോൺ എന്നിട്ട് നിങ്ങൾക്ക് ഒരു ക്രീം കളറിലൊരു ഡിവിഷൻ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ പഴയതിലെ പോലെ തന്നെ മിഡ് ലാൻഡ് കാണാൻ പറ്റും, ലോ ലാൻഡ് കാണാൻ പറ്റും, കോസ്റ്റൽ പ്ലെയിൻ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ഹൈലാൻഡിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ് നോക്കുന്ന. SCERT ടെക്സ്റ്റിൽ ഉണ്ടായിരുന്ന ആ ക്ലാസിഫിക്കേഷനുമായിട്ട് വളരെ സിമിലർ ആണ്. ബട്ട് ഇൻ കേസ് ഡിഗ്രി ലെവലിലെ പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഇൻ കേസ് ഡിഗ്രി ലെവലിൽ ചോദ്യം വന്നാൽ, ഞാൻ ഡിഗ്രിയിലൊക്കെ കൂടുതലും ഈ ഒരു ക്ലാസിഫിക്കേഷനാണ് പഠിപ്പിക്കാറ്. അതുകൊണ്ടാണ് ഞാൻ അതും ഇതും രണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമുക്കൊരിക്കലും ഒരു ചാൻസ് സ്റ്റേക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബോത്ത് ഓഫ് ദ ക്ലാസിഫിക്കേഷൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഈ 4 ഫോൾഡ് ക്ലാസിഫിക്കേഷനിലെ ഹൈലാൻഡിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വെസ്റ്റേൺ ഗാറ്റ്സ് അഥവാ നമ്മുടെ സഹ്യപർവ്വത നിരയാണ് ഹൈലാൻഡിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത്. ആരാണ്? സഹ്യപർവ്വതം, വെസ്റ്റേൺ ഗാറ്റ്സ് ആണ് ഹൈലാൻഡ്, നമ്മുടെ മലനാടിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് സഹ്യപർവ്വതമാണ്. ഇറ്റ് ഈസ് എലിവേറ്റഡ് ലാൻഡ് അബൌട്ട്, അതായത് എലിവേറ്റഡ് ലാൻഡ് ഉയരമുള്ള മേഖല 600 മീറ്ററിൻ്റെയും 2500 മീറ്ററിൻ്റെയും ഇടയിൽ ഉയരമുള്ള, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 2500 മീറ്ററോളം വരെ, 600-ന് മുകളിലും ഒരു 2500 മീറ്റർ വരെ ഉയരമുള്ള ഭാഗങ്ങളെ വിളിക്കുന്ന പേരാണ് ഹൈലാൻഡ് അഥവാ മലനാട്. നമ്മുടെ 3 ഫോൾഡ് ക്ലാസിഫിക്കേഷനകത്ത് വളരെ സിമ്പിളായിരുന്നു. 75 മീറ്ററിന് മുകളിലോട്ട് ഉയരമുള്ള സ്ഥലങ്ങളെ നമുക്ക് ഹൈലാൻഡ് എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ കുറച്ചും കൂടി സ്പെസിഫിക് ആണ് കാര്യങ്ങൾ. എത്രയാണ്? 600 മീറ്ററിൽ മുകളിലോട്ട് ഉയരവും 2500 മീറ്റർ വരെ പോകാം. 600 മുതൽ 2500 ഇടയിൽ ഉയരം വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഹൈലാൻഡ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ അക്സെപ്റ്റബിൾ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ, 75 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉയരമൊന്നുമല്ല. കാരണം കേരളത്തിൽ 75 മീറ്ററോളം വലിപ്പമുള്ള അല്ലെങ്കിൽ ഉയരമുള്ള പീഠഭൂമികളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ 75 മീറ്ററോളം ഉയരമുള്ള നോർമൽ റെഗുലർ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പുകളൊക്കെ കേരളത്തിൽ കാണാൻ പറ്റും. നേരെ സമയം നമ്മുടെ ഹിൽസുകളെല്ലാം കേരളത്തിൽ അത്യാവശ്യം 800, 900, 2400, 2300 മീറ്ററോളം ഉയരമുള്ള മലനിരകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ താഴ്വര കിടക്കുന്ന അല്ലെങ്കിൽ ഫുഡ് ഹിൽ എന്ന് പറയുന്ന ഭാഗത്തിനെ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുമ്പോഴാണ് ഈ ഹൈലാൻഡിൻ്റെ പ്രത്യേകതകൾ കൂടുതലും മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ 4 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ ആൾക്കാർ കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഹൈലാൻഡ് എന്ന് പറയുമ്പോൾ സഹ്യാദ്രിയുടെ ഭാഗമാണ്. 600 മുതൽ 2500 മീറ്റർ വരെ അതിന് ഉയരമുണ്ട്. ദ ഹൈലാൻഡ് റീജിയൻ ഇസ് ബോർഡറിംഗ് വിത്ത് തമിഴ്നാടു ആൻഡ് കർണാടക. കേരളത്തിൽ നമ്മുടെ കർണാടകയും തമിഴ്നാടുമായിട്ടൊരു ബോർഡർ ചെയ്യുന്നത് കാണാൻ പറ്റുമല്ലോ, കണ്ടോ? കർണാടകയും തമിഴ്നാടുമായിട്ട് ബോർഡർ പങ്കിടുന്നത് നമ്മുടെ ഹൈലാൻഡാണ്, അല്ലെങ്കിൽ നമ്മുടെ മലനാടാണ്. ഈ ബാക്കി 2 സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിന് വളരെ നാച്ചുറലായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. 48% ഓഫ് ദ ടോട്ടൽ ലാൻഡ് ഏരിയ, കേരളത്തിൻ്റെ 48% ലാൻഡ് ഏരിയ, അതായത് 48% ലാൻഡ് ഏരിയ ഉള്ളത് എവിടെയാണ്? ഹൈലാൻഡിലാണ്. 3 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ പ്രകാരവും ഇത് തന്നെയാണ് വാല്യൂ വരുന്നത്. കേരളത്തിൻ്റെ 48% ഏരിയ, സ്ഥലം എന്ന് പറയുന്നത് ഉൾക്കൊള്ളുന്നത് മലനാടുകളിലാണ്. അതായത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥലം കിടക്കുന്ന എവിടെയാണ്? മലനാട് സോണിലാണ്, ഹൈ റേഞ്ചസിലാണ് ഏറ്റവും കൂടുതൽ ലാൻഡ് ഉള്ളത്. 48%, ഈ വാല്യൂ വിട്ടുപോരുത്. 48%, 48%. These highlands effectively block the moisture-laden southwest monsoon coming from Indian Ocean and give rainfall to the nation. നമ്മുടെ കേരളത്തിൽ ഇത്രയും മഴ ഇല്ല, നമ്മൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ഞാൻ വരയ്ക്കുകയാണ്. ഇത് നമ്മുടെ കേരളമാണെങ്കിൽ, ഈ കാണുന്നത് കേരളമാണെങ്കിൽ, ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും സദേൺ ഭാഗത്ത് കിടക്കുന്ന, നമ്മൾ ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കേരളം. നമുക്ക് 300 സെൻറ്റിമീറ്ററിൻ്റെ അപ്പുറത്തോട്ട് മഴ നമുക്ക് ലഭിക്കാറുണ്ട്. 2500, 3000 മില്ലിമീറ്ററോളം മഴയൊക്കെ കേരളത്തിൽ ലഭിക്കാറുണ്ട്. നമ്മുടെ ചിറാപ്പുഞ്ചി മോസിൻഡ്രാമിൻ്റെ അത്ര എത്തിയില്ലെങ്കിലും അതിന് തത്തുല്യമായിട്ടുള്ള മഴ ലഭിക്കുന്ന, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ ഉള്ള ഒരു സ്ഥലവും കൂടിയാണ് കേരളം. ഇതിൻ്റെ കാരണം ഈ പറയുന്ന മലനാടാണ്. ഈ മലനാട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട്, ഈ ഹൈ റേഞ്ച് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ലക്ഷദ്വീപൊക്കെ നിലകൊള്ളുന്ന നമ്മുടെ അറബിക്കടൽ അല്ലെങ്കിൽ അറേബ്യൻ സീ, ലക്ഷദ്വീപ് ഉൾപ്പെടെ നമ്മുടെ ഐലൻഡ് ഗ്രൂപ്പുള്ള അറബിക്കടൽ അഥവാ നമ്മുടെ ഇന്ത്യൻ ഓഷൻ്റെ ഭാഗമായിട്ടുള്ള അറേബ്യൻ സീയിൽ നിന്നുള്ള
മൺസൂൺ കാറ്റുകൾ, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്, അത് ആ ഡയറക്ഷനും കൂടി ചേർത്താ പറയുന്നത്. സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് നമ്മുടെ കേരളത്തിനകത്തോട്ട് പ്രവേശിക്കുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുന്നത് ഈ മലനാടാണ്. അതിനെ തടഞ്ഞു നിർത്തി നമുക്ക് മഴ തരുന്നത് നമ്മുടെ സഹ്യപർവ്വതമാണ്, അതായത് നമ്മുടെ മലനാടാണ്. അതുകൊണ്ട് തന്നെ ഹൈലാൻഡിന് കേരളത്തിൻ്റെ ക്ലൈമറ്റിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഭയങ്കര വലിയൊരു റെലവൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ദേ ഗെറ്റ് അറൗണ്ട് 200 to 300 സെൻറ്റിമീറ്റർ ഓഫ് ആവറേജ് ആനുവൽ റെയിൻഫോൾ. അതേ കാര്യം തന്നെ അതിൻ്റെ ഒരു ബാക്കി പത്രമാണ്. ഒബ്വിയസ്ലി ഈ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി കേരളത്തിന് മഴ പെയ്യിക്കുന്നതുകൊണ്ട് തന്നെ 200 മുതൽ 300 സെൻറ്റിമീറ്ററോളം മഴ നമുക്ക് ആനുവലി കിട്ടാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് മോസിൻഡ്രാം, അത് ഇന്ത്യയിലാണ്. അതിനുശേഷം ചിറാപ്പുഞ്ചി വരും. ഇവരെ പോലെ തന്നെ അവർക്ക് തത്തുല്യമായിട്ടുള്ള മഴ കേരളത്തിന് ലഭിക്കുന്നതിൻ്റെ കാരണം ആരാണ്? ഈ പറയുന്ന മലനാട് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂണിനെ ബ്ലോക്ക് ചെയ്ത് മഴ ലഭിക്കുന്നതാണ്. ഇത് കൂടാണ്ട് ഏറ്റവും കൂടുതൽ കാടുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ SCRT ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞ സെയിം തന്നെയാണ്, ഒരു ചെറിയൊരു വ്യത്യാസം നമ്മൾ ഒരു സോണും കൂടി എടുത്തിട്ടു എന്നേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ കാടുകളുള്ളത്, വളരെ വ്യത്യസ്തമായിട്ടുള്ള മൃഗങ്ങളുള്ളത്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ചെടികളും സ്പീഷീസുകളും ഇങ്ങനെ എല്ലാം ഒട്ടനവധി അടങ്ങുന്ന കാടുകളുള്ളത് മലനാട്ടിലാണ്. നമ്മുടെ സൈലന്റ് വാലി നാഷണൽ പാർക്ക്, പാമ്പാടും, അങ്ങനെ നമ്മുടെ എല്ലാ ദേശീയോദ്യാനങ്ങളും എല്ലാ സാങ്ച്വറികളും ഏറ്റവും വലിയ റിസർവ്ഡ് ഫോറസ്റ്റുകളും അങ്ങനെയുള്ള എന്തെടുത്ത് നോക്കിയാലും എല്ലാവരും എവിടെയായിരിക്കും? നമ്മുടെ മലനാടിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അത് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റുകളുള്ളത് ഏത് സോണിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും ഹൈലാൻഡിലാണ്, അഥവാ നമ്മുടെ മലനാടിലാണ്. അതേപോലെ തന്നെ കേരളത്തിലെ എല്ലാ നദികൾ ഉത്ഭവിക്കുന്നതും, കേരളത്തിലെ എവറി റിവേഴ്സ്, ദോസ് റിവേഴ്സ്, എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് ഈ പറയുന്ന മലനാടിൽ നിന്ന് തന്നെയാണ്. നമുക്ക് 44 നദികളുണ്ട്, അതിൽ 41 ആൾക്കാരും ഉത്ഭവിക്കുന്ന ഇവിടം തന്നെയാണ്. മറ്റുള്ളവർ ഉത്ഭവിക്കുന്നുണ്ട്, പിന്നെ നേരെ നമ്മുടെ സ്റ്റേറ്റ് വിട്ട് പുറത്തോട്ട് പോകുന്നതേ ഉള്ളൂ. ആനമുടി പീക്ക്, പിന്നെ ഇതിൽ വരുന്നൊരു പ്രത്യേകതയാണ്, ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഹിൽസിനെ, എല്ലാ ഹിൽസുകളുടെയും എല്ലാ ചുരങ്ങളുടെയും പേരൊന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ അത് ക്ലാസ്സിൻ്റെ സ്കോപ്പിൻ്റെ വെളിയിലോട്ട് പോകും. കാരണം ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ക്ലാസ്സായി, ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും റിവിഷൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തിയററ്റിക്കലായിരിക്കും ഞാൻ എടുക്കുന്നത്. ഈ ചുരങ്ങൾ, ഹിൽസ്, ഇതുപോലത്തെ മൈനർ ടോപ്പിക്കുകളെല്ലാം റെലവൻ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ ടോപ്പിക്കുകളെ ഞാൻ സെപ്പറേറ്റ് ക്ലാസ്സുകളായിട്ട്, ഷോർട്ട് ക്ലാസ്സുകളായിട്ടായിരിക്കും ഇടുന്നത്. അങ്ങനെ എടുക്കാനായിരിക്കും കൂടുതൽ എളുപ്പം. അതിനകത്ത് കുറച്ച് ആൾക്കാരെ മാത്രമേ പറയുന്നുള്ളൂ. ദ ആനമുടി പീക്ക്, അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ നമ്മുടെ ആനമുടി എവിടെയാണ്? നമ്മുടെ ഇടുക്കിയിലുള്ള ദ ഹൈയസ്റ്റ് പീക്ക് ഇൻ കേരള. ദ ഹൈയസ്റ്റ് പീക്ക് ഇൻ കേരള, നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹൈയസ്റ്റ് പീക്കായിട്ടുള്ള ഈ ആനമുടി എന്ന് പറയുന്നത് 2695 മീറ്റർ. ഒന്ന് ആലോചിച്ച് നോക്കണം, 2695 മീറ്റേഴ്സ്. നേരത്തെ പറഞ്ഞിരുന്നു ഹൈലാൻഡ് എന്ന് പറയുമ്പോൾ 2500 മീറ്ററിന് മുകളിലോട്ട്, 600 മുതൽ 2500 മീറ്ററിന് മുകളിലോട്ട് ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ മലനാടെന്ന് വിളിക്കുന്നത്. അവിടെ തന്നെ ഏറ്റവും ഉയരമുള്ള ആളാണ് ആര്? ആനമുടി, ആനമല ഹിൽസിലുള്ള നമ്മുടെ ഇടുക്കിയിലുള്ള പുള്ളിയാണ് ഏറ്റവും വലുത്. ഇത് കൂടാണ്ട് നമ്മുടെ പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ലൊക്കേറ്റ് ചെയ്യുന്നതും ഈ പറയുന്ന മലനാട്ടിലാണ്. വെസ്റ്റേൺ ഗാറ്റ്സ്, നമ്മുടെ വെസ്റ്റേൺ ഗാറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹ്യപർവ്വതം ഒന്നായി നിൽക്കുന്നതും എവിടെയാണ്? മലനാട്ടിലാണ്. ഇതേപോലെ തന്നെ ഈ ഒന്നായിട്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ കുറച്ച് സെഗ്മെൻറ്റ് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, പാലക്കാട് ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. നമ്മുടെ ഇങ്ങനെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഹിൽസിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഇതുപോലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതാണ് പാലക്കാട് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ പാലക്കാട് ഗ്യാപ്പാണ് നമ്മുടെ കേരളത്തിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം എളുപ്പമാക്കുന്ന ഒരു ഗ്യാപ്പാണ് പാലക്കാട് ഗ്യാപ്പ്. കാലാവസ്ഥയിലും പാലക്കാടിന് ഏറ്റവും ചൂട് കൂടുന്നതിൻ്റെ ഉത്തരവാദി ആരാന്നുള്ളതും ഈ പറയുന്ന പാലക്കാട് ഗ്യാപ്പാണ്. അവർക്ക് മഴ ലഭിക്കുന്നതിൻ്റെ ഒരു ഉത്തരവാദി ആരാണ്? പാലക്കാട് ഗ്യാപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആനമല ഹിൽസിനെയും, അതായത് നീൽഗിരി ആനമല, നമ്മുടെ ഈ വെസ്റ്റേൺ ഗാറ്റ്സിനെ നമ്മൾ 2 പേരിട്ട് വിളിക്കുന്നുണ്ട്. അതായത് ഈ നോർത്തിൽ കാണുന്ന ആൾക്കാരെ നീൽഗിരി എന്നും താഴെ കാണുന്ന ആൾക്കാരെ നമ്മൾ ആനമല ഹിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് പേരിട്ട് വിളിക്കുന്നതും ഈ പാലക്കാട് ഗ്യാപ്പ് വഴിയാണ്. നമ്മുടെ തമിഴ്നാടിനെയും പാലക്കാടിനെയും കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് കൂടാണ്ട്
നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കുറവ് ആൾക്കാർ അധിവസിക്കുന്ന, ഏറ്റവും ലീസ്റ്റ് പോപ്പുലേറ്റഡ്, നമുക്കറിയാം കുന്നിൻ ചെരുവുകളിൽ അല്ലെങ്കിൽ കുന്നുകളിൽ ആൾക്കാരുടെ താമസം, പൊതുവേ നമ്മൾ ഒരു സ്ഥലം അല്ലെങ്കിൽ വീട് പണിയുന്ന എപ്പോഴും നിരപ്പായിട്ടുള്ള പ്രദേശങ്ങളിലായിരിക്കും, പ്ലെയിൻ ആയിട്ടുള്ള ഏരിയാസിലായിരിക്കും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ മലമ്പ്രദേശങ്ങൾ, മലനാട് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ആൾക്കാരുടെ പോപ്പുലേഷൻ വളരെ കുറവാണ്. ലീസ്റ്റ് പോപ്പുലേറ്റഡ് സോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൈലാൻഡാണ്. ഇത് കൂടാണ്ട് നമ്മുടെ വയനാടൻ പീഠഭൂമി, അതുപോലെ തന്നെ മൂന്നാർ പീഠഭൂമി, നെല്ലിയാമ്പതി പീഠഭൂമി എന്ന് പറയുന്നത് ഇതുപോലത്തെ അത്യാവശ്യം ഉയരമുള്ള പീഠഭൂമികളെല്ലാം നമ്മുടെ മലനാട്ടിലാണ് നമുക്ക് കാണാൻ സാധിക്കുക, ഹൈലാൻഡ് സോണിലാണ് കാണാൻ സാധിക്കുക. ഇത് കൂടാണ്ട് ഒരുപാട് ചുരങ്ങൾ, അതായത് 2-3 സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന, അങ്ങോട്ട് ഗതാഗതം എളുപ്പമാക്കുന്ന ഈ ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മളിങ്ങനെ മൗണ്ടെയിൻസിൻ്റെ ഇടയിലൂടെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇത് ഒരു നിരപ്പായിട്ടുള്ളൊരു മൗണ്ടെയിൻസ് അല്ലെങ്കിൽ വളരെ ചേർന്ന് നിൽക്കുന്ന ഹില്ലുകളാണെങ്കിൽ ഇതിനിടയിലൂടെയുള്ള ഈ ഒരു ചെറിയൊരു ഗ്യാപ്പിനെയാണ്, അല്ലെങ്കിൽ നമുക്ക് ആ മലയുടെ ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തോട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ചെറിയ ആ ഒരു ഗ്യാപ്പുകളെയാണ്, അല്ലെങ്കിൽ ആ ചെറിയൊരു പാസുകളെയാണ് നമ്മൾ പാസസ് അഥവാ ചുരങ്ങൾ എന്ന് വിളിക്കുന്നത്. മലനാട് എന്ന് പറയുന്ന ഈ ഹൈലാൻഡിൽ നമ്മുടെ വെസ്റ്റേൺ ഗാറ്റ്സ്, സഹ്യപർവ്വതം എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ഒരുപാട് ചുരങ്ങളുണ്ട്. അത് കേരളത്തിലെ മൊത്തം ചുരങ്ങളുടെ ഒരു ലിസ്റ്റ്, അത് എവിടെ നിന്ന് എങ്ങോട്ടാണെന്നുള്ളത് നമ്മൾ എന്തായാലും ഒരു സെഗ്മെൻറ്റിലുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു ഫോർ ദ ടൈം ബീങ് മലനാട്ടിലുള്ള പ്രധാനപ്പെട്ട ചുരങ്ങളുടെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേതാണ് ആര്യങ്കാവ് ചുരം അഥവാ ആര്യങ്കാവ് പാസ്, നമ്മുടെ കൊല്ലം ജില്ലയിലാണുള്ളത് ആര്യങ്കാവ് പാസ്. അതുപോലെ തന്നെ കുമളി കമ്പം തേനി പാസ് നമ്മുടെ ഇടുക്കിയിലുള്ളതാണ്, കുമളി കമ്പം തേനി പാസ്. ഇതിൽ വേറെ ക്ലാസ് ഉണ്ടെന്ന് വെച്ച് നിങ്ങളിത് വിട്ടുപോകരുത്, ഇതും ജസ്റ്റ് പഠിച്ച് വെച്ചേക്കുക. അടുത്തതിനകത്ത് അത് കുറച്ചും കൂടി എളുപ്പമാവും. ഇതിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം, ഒരു മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ചേർന്നിരിക്കുന്നത് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യം നമുക്ക് ഈ ചുരങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാം. സെപ്പറേറ്റ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഓർത്തിരിക്കുന്നതാണ്. ആര്യങ്കാവ് പാസ് കൊല്ലം ജില്ലയിലാണ്, കുമളി കമ്പം തേനി പാസ് ഇടുക്കിയിലാണ്, വാൾപ്പാറ പാസ് തൃശ്ശൂരിലാണ്. വാൾപ്പാറ എന്ന് പറയുന്ന പാസ് തൃശ്ശൂരാണ്. ഒരുപക്ഷെ ഒരു ലിമിറ്റ് വരെ ഒരുപാട് സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് ഇത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതേ പേരുകൾ തന്നെ നേരെ നമ്മുടെ ബസ്സിൻ്റെ ബോർഡുകളിലൊക്കെ കാണാൻ സാധിക്കും, ഒരുപാട് ട്രാവൽ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നടുക്കണി പാസ് മലപ്പുറത്താണുള്ളത്, നടുക്കണി പാസ്. അതുപോലെ തന്നെ കുറ്റ്യാടി വയനാടൻ പാസ്, താമരശ്ശേരി പാസ്, വിരാജ്പേട്ട് ഇരിട്ടി പാസ് എന്ന് പറയുന്നവയെല്ലാം കണ്ണൂരുള്ളതാണ്. ഇതൊക്കെയാണ് കുറ്റ്യാടി വയനാട്, താമരശ്ശേരി ചുരം, വിരാജ്പേട്ട് ഇരിട്ടി പാസ് കണ്ണൂർ, ഇത് കണ്ണൂരിലാണുള്ളത്. അപ്പോൾ ഇത്തരം പാസുകളും എന്താണ് നമ്മുടെ ഹൈലാൻഡ് അഥവാ മലനാടിലുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കിയേക്കുക, നിങ്ങൾക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യാൻ പറയാണ്. ഇപ്പോൾ ഇത് ഫസ്റ്റ് ടൈം കേരള ജോഗ്രഫി വരുന്നവർ അല്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ലാതെ വരുന്നവർക്കും, ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് സെഷൻ ആയതുകൊണ്ട് ഞാനിതൊന്ന് ബ്രീഫ് ചെയ്യാം. നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ സിലബസും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്തായിരുന്നു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഫിസിയോഗ്രഫി, ഭൂപ്രകൃതി, കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ പറ്റിയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അത് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു, കേരളം എന്താണ്, കേരളത്തിൻ്റെ പ്രത്യേകതകൾ എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. പിന്നെ നമ്മൾ ഭൂപ്രകൃതിയുടെ ഒരു ഡിവിഷൻ, അതിൽ SCERT പ്രകാരമുള്ള 3-fold ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ആദ്യം പഠിച്ചത്. മലനാട്, ഇടനാട്, തീരപ്രദേശം, അതായത് ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ് എന്നുള്ള ഒരു ചെറിയൊരു ഡിവിഷൻ പഠിച്ചു. അതിൻ്റെ ഹൈറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി. പിന്നീട് കുറച്ചൊരു ഡിഗ്രി ലെവലിലോട്ട് വരുന്നതുകൊണ്ട് നമ്മൾ 4-fold ക്ലാസിഫിക്കേഷൻ, കേരള ഗസീറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള 4-fold ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഡിവിഷനായിട്ടുള്ള ഹൈലാൻഡ്, മലനാടിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു പോയത്. മലനാടിൻ്റെ ഹൈറ്റും അവിടുത്തെ പ്രധാനപ്പെട്ട ഹിൽസിൻ്റെ പേര് പഠിച്ചു, പ്രധാനപ്പെട്ട ചുരങ്ങൾ, ബാക്കി സവിശേഷതകളെല്ലാം, അതായത് അവിടെ മഴ കൂടുതലാണ്, ആൾക്കാർ കുറവാണ്, അതുപോലെ ഒരുപാട് ഫോറസ്റ്റുകളുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിനകത്ത്. ഇത് അത്യാവശ്യം ലെങ്തി ആയി പോയി എന്നറിയാം, പക്ഷേ കുറച്ച് കാര്യങ്ങൾ, ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂസീവ് ആയെന്നേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ നേരെ ഇതിൻ്റെ ബാക്കിലോടുത്തെടുത്ത ഫിസിയോഗ്രഫിയുടെ തിയറി നമ്മൾ അവസാനിപ്പിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ ഹിൽസ്, പാസസ് എന്ന് പറഞ്ഞിട്ട് ഓരോരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരൊറ്റ സെഷനും കൂടി തരുമ്പോൾ നമ്മുടെ ഫിസിയോഗ്രഫി നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ റിവേഴ്സ് നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇത്രയും ക്ലാസ് നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഇത് കൃത്യമായി ശ്രദ്ധിച്ചിരുന്നവർക്കൊക്കെ ഒരു ചോദ്യം, ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിൻ്റെ അവസാനവും ഇതുപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഇടും. ഇപ്പോൾ ചില ക്ലാസ്സുകൾക്കൊക്കെ ഇൻട്രൊഡക്ഷൻ ആണെങ്കിൽ, അതായത് അധികം റെലവൻ്റ് അല്ലാത്ത, എന്നാൽ അറിഞ്ഞിരിക്കണം എന്നാൽ ഭയങ്കര റെലവൻ്റ് അല്ലാത്ത ക്ലാസ്സുകളിലൊന്നും ഞാൻ ഇതുപോലത്തെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഇടുന്നില്ല. വേണ്ട
പോർഷൻസിലെല്ലാം ഞാൻ ഇതുപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ചിലതിൽ ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങളൊക്കെ ഇട്ടുണ്ടാവും. അപ്പോൾ ഇത് ഫസ്റ്റത്തെ ക്ലാസ് ആണ്, ഞാൻ ഒരു ചോദ്യം മാത്രമേ ആഡ് ചെയ്തുള്ളൂ. അപ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക. ഇത്രയേ ഉള്ളൂ ചോദ്യം. വിച്ച് ഈസ് ദ ഹയസ്റ്റ് ഫിസിയോഗ്രഫിക് ഡിവിഷൻ ഓഫ് കേരള? കേരളത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ ഭൂപ്രകൃതി ഏതാണ് എന്നാണ് ചോദ്യം. വിച്ച് ഈസ് ദ ഹയസ്റ്റ് ഫിസിയോഗ്രഫി ഓഫ് കേരള? 4 ഓപ്ഷൻ ഉണ്ട്. ഹൈലാൻഡ്, ലോ ലാൻഡ്, മിഡ് ലാൻഡ്, കോസ്റ്റൽ സോൺ. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള വെരി സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കൊരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ടായിട്ട് ഇത്ര എളുപ്പമുള്ള ചോദ്യം ഒന്നും ഞാൻ ഇടാറില്ല പൊതുവേ. പക്ഷേ ഇത് വെരി സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഒരു ചോദ്യം ഇട്ടതാണ്. ഒബ്വിയസ്ലി ആൻസർ അറിയായിരിക്കും ഏതാണ്? ഹൈലാൻഡ് ആണ്. 48% കേരളത്തിൻ്റെ ലാൻഡ് ഇൻക്ലൂഡ് ചെയ്യുന്ന സ്ഥലമാണ് ഹൈലാൻഡ്. ഏറ്റവും കൂടുതൽ നമുക്കറിയാം 75 മീറ്ററിന് മുകളിലാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് മീൻ സീ ലെവലിൽ നിന്ന്. അല്ല, നമ്മൾ 4 ഫോൾഡിലാണ് പറയുന്നതെങ്കിലോ 500 മുതൽ 2500 മീറ്ററും അതിന് മുകളിലാണ് ഇവരുടെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് നേരെ നമ്മുടെ ഒരു ഫസ്റ്റത്തെ സെഗ്മെൻറ്റ്. അറിയാം ലെങ്ത് ആയിപ്പോയി, അഗെയിൻ സോറി ഫോർ ദിസ് ലെങ്ത്, ബട്ട് ഇതൊരു ബിഗിനേഴ്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ലെങ്ത് ആയത്. അപ്പോൾ നമ്മളൊരു 1-2 സെഷന് ശേഷം നമ്മുടെ ക്ലാസ് അത്യാവശ്യം സ്പീഡാകും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ നോക്കിപ്പോയി. ഇതാണ് നമ്മുടെ പാറ്റേൺ. നമ്മൾ മൊത്തം കണ്ടൻറ്റ്, പിന്നെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത്, പിന്നെ ഒരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നിങ്ങൾക്ക് വേണ്ട മറ്റ് സഹായങ്ങളുടെ ഒരു കണ്ടൻറ്റും ഇതിനകത്തുണ്ടാവും. പിന്നെ നമ്മളൊരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പറും കഴിഞ്ഞ് നമ്മളിത് കൺക്ലൂഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ടെക്നിക്ക്, ഇത് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്നിക്ക് എളുപ്പമാണോ, അല്ലെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പറയാം. നമ്മളിനി സ്പീഡാക്കും, അതോർത്ത് പേടിക്കേണ്ട. ഇനി സ്പീഡ് കൂട്ടിയിടേണ്ടവർക്ക് വേണ്ടിയിട്ട് സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. നമുക്കിത് കഴിയുമ്പോൾ കണ്ടൻറ്റ് മാക്സിമം മിസ് ഔട്ട് ചെയ്യാതെ ഇരിക്കുക. സോ ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദ സെഷൻ. താങ്ക് യു സോ മച്ച്.